ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് വേസ്റ്റ് ബോക്സുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓറിയോൻ്റെ 2 ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മെഡിസിൻ ബോക്സ് ഒക്കെ എടുക്കാം കേട്ടോ, ഈ ഓറിയോൻ്റെ ബോക്സിന് പകരം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇത് 3 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ വലിയ ബോക്സിനെ നമുക്കൊന്ന് 2 ആയിട്ട് കട്ട് ചെയ്യണം. ഒരു ഭാഗം വലിയ സൈസും ഒരു ഭാഗം ചെറിയ സൈസും ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡുകൾ ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിക്കോൾ ആയാലും മതി ഉണ്ടാവും, പക്ഷേ കുറച്ച് സമയം എടുക്കും. പിന്നെ നമുക്ക് ഇതുപോലത്തേക്ക് ബോക്സ് കിട്ടുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ ബാക്ക് സൈഡുകളൊന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ എടുത്ത് വെക്കുന്ന അതേപോലെ തന്നെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ആ 2 പീസിൻ്റെയും ഒരു സൈഡ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഓറിയോൻ്റെ ബോക്സ് 2 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഒരു ബോക്സിന് ഹാഫായിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റേ ബോക്സും കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 പീസ് കിട്ടും. ഇനി അതിൻ്റെയും ഒരു സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസും ഒരു സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊക്കെ ഒന്ന് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ വലിയ ആ ബോക്സിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ 4 ബോക്സിന് ബ്ലൂ കളറും മറ്റേ ബോക്സിന് യെല്ലോ കളറുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നോർമൽ പേപ്പർ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട്, ഇനി അല്ലെങ്കിൽ പ്രിൻ്റ് ആയിട്ട് വരുന്ന പേപ്പറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ആ വലിയ ബോക്സ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കവർ ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് തിന്നായിട്ട് വരുന്ന ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ടേപ്പ് ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ ഒരു നീറ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട്. അപ്പോൾ ഒരു ഭാഗം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ഭാഗം നമുക്ക് ആ ബോക്സിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ മറ്റേ സൈഡും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഓറിയോ ബോക്സുകളൂടെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി ചെറിയ ബോക്സിനെ യെല്ലോ കളർ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പേപ്പർ മതി കേട്ടോ. ഈ രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പേപ്പർ മതി. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു കാർഡ്ബോർഡ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ കാർഡ്ബോർഡിനെ യെല്ലോ കളർ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വലിയൊരു കാർഡ്ബോർഡിനെ ബ്ലാക്ക് കളർ പേപ്പർ വെച്ചിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബോക്സുകളും അതുപോലെ കാർഡ്ബോർഡൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയെല്ലാം നമ്മൾ ആ ബേസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ വലിയ ബോക്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ബ്ലൂ കളർ ബോക്സും പിന്നെ അതിൻ്റെ താഴെയായിട്ട് യെല്ലോ കളർ ബോക്സും ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ബോക്സും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ യെല്ലോ ബോക്സിനെ ഒന്നുകൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാർഡ്ബോർഡ് പീസിൽ യെല്ലോ കളർ പേപ്പർ കവർ ചെയ്തെടുത്ത് അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊന്നുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ ലേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് കളർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ കളർ പേപ്പറിൽ തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓരോ ചെറിയ ബോക്സിലും ആ ലൈസിൻ്റെ ഓരോ ഫ്ലവർ കട്ട് ചെയ്തിട്ട് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ പിങ്ക് ബോക്സിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ 2 സൈഡും ഇതുപോലത്തെ സിസർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൽ നമുക്ക് ബുക്ക്, പെന്ന്, പെൻസിൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ സ്റ്റഡി ടേബിളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.